Hello, welcome to market discussion of the day. Today 10th of January 2025 ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം നമുക്ക് നോൺ ഫാം പേറോൾ ഡേ ആണ്. ഓക്കെ, സോ നമ്മൾ പണ്ട് മുതലേ പറയാറുള്ളൊരു കാര്യമാണ് എന്താണ് നോൺ ഫാം പേറോൾ ഡേ, നമ്മൾ മാറി നിൽക്കുക എന്നുള്ള ഒരു കാര്യം. അപ്പം ഇന്ന് UK ടൈമിംഗ് 1:30 മണിക്കാണ് ഈ പറയുന്ന നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത്. 1:30 മണിക്കാണ് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത്. അപ്പം നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നോൺ ഫാം പേറോൾ എന്താ വെച്ചാൽ, നോൺ ഫാം പേറോൾ പ്രസൻസ് ദ നമ്പർ ഓഫ് ന്യൂ ജോബ്സ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ ഗിവൺ മന്ത് ഇൻ ഓൾ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഇൻ ദ US. സോ പുതിയതായിട്ട് ജോബ് ക്രിയേറ്റഡ് ആയിട്ടുള്ള എത്രമാത്രം ജോബ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള ഡേറ്റയാണ് ആക്ച്വലി ഈ നോൺ ഫാം പേറോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർകാസ്റ്റിൽ 213K ആണ്. പ്രീവിയസ് വന്നിട്ട് 227K ആയിരുന്നു. അപ്പം നമുക്ക് എന്താണ് റിസൾട്ട് വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം ഇന്നത്തെ നോൺ ഫാം പേറോൾ പണ്ടത്തെ നോൺ ഫാം പേറോളിനെക്കാട്ടിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഈ വീക്കിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, പഴയ US ഗവൺമെൻറ് പഴയ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് നോൺ ഫാം പേറോളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും എന്താണ് ഒരു നല്ല ഒരു ജോബ് ഡേറ്റ കൊണ്ട് അവസാനിപ്പിക്കണം, ഓക്കെ, എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഗവൺമെൻറ് നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, പ്രവർത്തനം അവസാനിപ്പിച്ചത്. അതിൻ്റെ ഒരു തുടരായിട്ട് മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളൊരു എന്താ പറയുക എന്ന് പറയാനായിട്ടെങ്കിലും ഒരു നല്ലൊരു ജോബ് ഡേറ്റ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഓക്കെ, സോ ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം. കാരണം നമുക്ക് ഉറപ്പായിട്ടും എന്താണ് തിങ്കളാഴ്ച നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് കൊണ്ടുതരും എന്ന് ഉള്ളത് കൊണ്ടിട്ട്. ഓക്കെ, സോ പൊളിറ്റിക്കലായിട്ടുള്ള ഇപ്പം നമ്മൾ ഈ നോൺ ഫാം പേറോൾ ആയതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിന് ഉച്ചവരെ ഒരു സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. നോർമലി കണ്ടുവരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഒരുപാട് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി വേൾഡിൽ നടക്കുന്നത് കൊണ്ടിട്ട് നമുക്കതിനെപ്പറ്റി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, കാരണം ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി 20 മുന്നേ ആയിട്ട് എല്ലാ വാറുകളും അവസാനിപ്പിക്കും എന്നുള്ള കാര്യം. അതിനകത്തുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഇപ്പം എന്താ പറയുക, ഖത്തറിൽ പീസ് ടോക്ക് നടക്കുകയാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു പീസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ, അത് മിക്കവാറും അതൊരു പീസ് ടോക്ക് അല്ലെങ്കിൽ ഒരു സീസ് ഫയറിലോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ഇസ്രായേലി ബന്ദികളെയും വിട്ടയക്കണം, ജനുവരി 20 വിട്ടയച്ചതിന് ശേഷം സീസ് ഫയർ വെക്കാം എന്നുള്ള ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ശേഷം എന്താ പറയുക, ഉറപ്പായിട്ടും അങ്ങനൊരു സീസ് ഫയർ വരാനായിട്ടുള്ള പോസിബിലിറ്റിയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹമാസ് യഥാർത്ഥത്തിലുള്ള യുദ്ധം അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊരു മുന്നറിയിപ്പും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ എടുത്തു കഴിഞ്ഞാലും അതും ഒരു 1 or 2 മന്തിൽ വെച്ചിട്ട് അത് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി തന്നെയാണ് കാണുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം അങ്ങനെ എങ്ങാനും ഒരു സീസ് ഫയർ വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഗോൾഡിൻ്റെ റേറ്റൊക്കെ ഒറ്റയടിക്ക് ബലൂണിൻ്റെ കാറ്റഴിച്ച് വിട്ട കണക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് നേരെ ടെക്നിക്കൽസിലോട്ട് വരാം. നമുക്ക് അടുത്ത ആഴ്ചത്തെ ന്യൂസുകളെ കുറിച്ചൊക്കെ നമുക്ക് വീക്കെൻഡിൽ സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇതിലൂടെ എല്ലാം കൂടെ പറഞ്ഞു പോകാനായിട്ടുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടിട്ട്. ഓക്കെ, സോ നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം ഇന്ന് ബേസിക്കലി എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ല അഭിപ്രായം എന്ന് ഞാൻ പറയും. കാരണം ഇന്ന് NFP ഡേ ആണ് അല്ലേ. അപ്പം ഇന്ന് മാർക്കറ്റ് നമുക്ക് നമ്മുടെ JPY നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നിന്ന് അതേ പൊസിഷനിൽ തന്നെയാണ് 158.40 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ JPY നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം നമ്മളുടെ യൂറോപ്പ് ഓപ്പണായ ക്യാൻഡിലാണിത്. യൂറോപ്പ് ഓപ്പണായ ക്യാൻഡിലും 158 മുകളിലായിരുന്നു. ഓക്കെ, സോ അതേപോലെ ഏഷ്യ ഓപ്പണായ ക്യാൻഡിലാണിത്, അതും 188 മുകളിലായിരുന്നു. സോ നമുക്കൊരു അൺസർട്ടൺ സിറ്റുവേഷൻ ആണ്. ഇവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും പറയില്ല ഞാൻ. കാരണം 162 ഓൾ ടൈം ഹൈ ഓഫ് JPY. അതിനടുത്തായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ബൈ ചെയ്ത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് JPYയിൽ ഇന്നത്തെ ദിവസം തൽക്കാലം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്കൊരു ഹിൻഡ് തരാനുള്ള എന്താ വെച്ചാൽ 152 മുകളിലായിട്ട് ഈ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഒരു സൂചനയാണ്. എന്തിൻ്റെ സൂചന? 162 വരെ മാർക്കറ്റ് എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് 162 നമുക്ക്
ഉള്ള ഒരു സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം 162 എത്തിയപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ഓഗസ്റ്റിന് മുന്നേ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് 162 എത്തിയതിന് ശേഷം 162 142 2000 പിപ്പിൻ്റെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 3 ആഴ്ച കൊണ്ടാണ് വന്നത്. ഓക്കെ, സോ ഇതും അങ്ങനെ 162 വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കി കളയാതെ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അൺസർട്ടൺ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരിക്കലും ഒരു ബൈയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ 1.0500 മുകളിലായിട്ട് മാർക്കറ്റ് വന്നാൽ അവിടുന്ന് ബൈ, അല്ലെങ്കിൽ 1.080 മുകളിലായിട്ടൊരു പ്രോപ്പർ ബൈ യൂറോയിലുണ്ട്. ഓക്കെ, നേരെ മറിച്ച് താഴോട്ട് പോയി 1.000 യൂറോ ഈക്വൽ ടു ഡോളർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയാലും അവിടുന്ന് നമുക്ക് യൂറോ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പോൾ ജി ബി പി ഇപ്പോൾ നിൽക്കുന്നത് 1.22860 അപ്പോൾ ഇന്നലത്തെ ദിവസം ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 നവംബറിന് ശേഷം ആദ്യമായിട്ടാണ് 1.2300 താഴെയായിട്ട് മാർക്കറ്റ് വരുന്നത്. നവംബറിലായിരുന്നു 2023 നവംബറിലായിരുന്നു കഴിഞ്ഞ വട്ടം 1.2300 മുകളിൽ താഴെയായിട്ട് മാർക്കറ്റ് വന്നത്. ഓക്കെ, മാർക്കറ്റ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാണ്. 1.2300 മുകളിലായിട്ട് കയറാനായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതും ഒരു സൂചനയാണ് 1.2200 പോകും എന്നുള്ളത്. അങ്ങനെ 1.2200 നമുക്ക് കിട്ടിയാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇന്നത്തെ ദിവസം NFP ഡേ ആണ്. അപ്പം ഇന്ന് ന്യൂസ് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഡോളർ GBP താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് 1.2200 വേണമെങ്കിൽ ചെറിയ ലോട്ട് ബൈ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. അതാണ് GBPയിൽ പറയാനുള്ളത്. നല്ലൊരു പ്രോപ്പർ ബൈ 1.2500 മുകളിലാണ് എന്ന് ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ മാർക്കറ്റിനെ സമീപിക്കാനായിട്ട്. ഓക്കെ, പിന്നെ GBPയിൽ എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലോൺ മസ്ക് നമ്മുടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിനെ പ്രൈം മിനിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു കടന്നാക്രമണം ഉണ്ടാവുന്നുണ്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. ഓക്കെ, സോ അതൊക്കെ കൊണ്ടിട്ടാവാം നമ്മുടെ GBP താഴോട്ട് വന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ചിലപ്പോൾ ഒരിക്കലും ഇതൊരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു താഴോട്ടുള്ളൊരു പോക്കല്ല GBPയുടെ. അതുകൊണ്ട് നമ്മൾ ഒരു ഷോർട്ടർ ടേമിലോട്ട് മാത്രമാണ് GBPക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഉറപ്പായിട്ടും മുകളിലോട്ട് കയറും എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. അതുകൊണ്ടിട്ട് തന്നെ സെൽ സൈഡിൽ നിൽക്കാതിരിക്കാൻ, സെൽ സൈഡിലോട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തതും അതുകൊണ്ടിട്ട് തന്നെയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഗോൾഡ് ഇരിക്കുന്നത് നമ്മൾ ഇന്നലെയും പറഞ്ഞു 2660 നിന്ന് 2680 വരെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ആണ്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഒന്നും ട്രേഡ് ചെയ്യാത്തൊരു സ്ഥലമാണത്. ഇപ്പോൾ സപ്പോസ് 2680 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ജമ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള, കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അവിടെ പ്രസന്റ് ആയതുകൊണ്ടിട്ട് അടുത്ത ടാർഗറ്റ് 2730. നേരെ മറിച്ച് 2660 താഴെയായിട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി അവിടുന്ന് ഓൾമോസ്റ്റ് 2630 അല്ലെങ്കിൽ 20 ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നാമത്തെ കാര്യം ഇതൊരു ബഫർ സോണാണ്. രണ്ടാമത്തെ കാര്യം ഇന്ന് നോൺ ഫാം പേറോളാണ്. അതുകൊണ്ടിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. നമുക്ക് ഉറപ്പായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി എന്നാണ് തിങ്കളാഴ്ച നമുക്ക് ഉണ്ടാവും. മാർക്കറ്റ് തന്നെ കൊണ്ടുതരും നമുക്ക്. അപ്പോൾ എന്തിനാണ് നമ്മൾ വേണ്ടാത്ത ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്? ട്രേഡ് ചെയ്ത് നമ്മുടെ പൈസ തന്നെ കളയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ 2626 ഒക്കെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 30 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു പെൻഡിങ് ബൈ ഓർഡർ ഇട്ട് വെക്കാം. പക്ഷേ ഒരു കാരണവശാലും അത് നമ്മുടെ
നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് ആ ഒരു പെൻഡിങ് ബൈ ഓർഡർ മാറ്റിയിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ മാറ്റി നമുക്ക് 2600 കൊണ്ടുവെക്കുന്നതുകൊണ്ട് തെറ്റില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. നമ്മളുടെ കഴിഞ്ഞ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ബാച്ചിൽ കയറണം, ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ക്ലാസ്സിനുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഇന്ന് മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്ന്, അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞ് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. സോ മാർക്കറ്റ് ഡിസ്കഷൻ, അടുത്ത ആഴ്ചത്തെ ന്യൂസ്, അടുത്ത ആഴ്ചത്തെ പ്രിപ്പറേഷൻ, അടുത്ത ആഴ്ച എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും വീക്കെൻഡിൽ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ വെച്ചിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെയോ മറ്റന്നാളോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, ബൈ.